ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 113 ഭാഗത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. मेरे प्यारे देशवासियों, नमस्कार। मन की बात में एक बार फिर मेरे सभी परिवारजनों का स्वागत है. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23 നാം നേടിയ ചന്ദ്രയാൻ 3 ചരിത്ര വിജയത്തെ അനുസ്മരിച്ച് രാജ്യം ഇക്കഴിഞ്ഞ 23 പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ച കാര്യം ഓർമ്മിപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 113 ഭാഗത്തിന് ഇന്ന് തുടക്കമിട്ടത്. इस 23 अगस्त को ही हम सब देशवासियों ने पहला नेशनल स्पेस डे मनाया. मुझे विश्वास है कि आप सब ने इस दिन को सेलिब्रेट किया होगा. एक बार फिर चंद्रयान 3 की सफलता का जश्न मनाया होगा. ബഹിരാകാശ മേഖലയിലെ പുതിയ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്ക് വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഈ മേഖലയിലേക്ക് കടന്നുവന്ന സംരംഭമായ സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ഐ സംഘാംഗങ്ങളുമായി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഈ സ്റ്റാർട്ടപ്പിലെ സംരംഭകരായ സുയഷ്, ഡെനിൽ, രക്ഷിത്, കിഷൻ, പ്രണീത് എന്നിവരെയാണ് അദ്ദേഹം ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത്. नमस्ते जी. नमस्कार सर. अच्छा साथियों, मुझे ये देखकर खुशी होती है कि IIT मद्रास के दौरान हुई आपकी दोस्ती आज भी मजबूती से कायम है कि आपकी टेक्नोलॉजी से देश को कितना लाभ होने वाला है. हम लोग साथ में, जैसा आपने बोला, सब लोग साथ में IIT मद्रास में मिले. वहीं पर हम लोग सब पढ़ाई कर रहे थे, अलग अलग ईयर्स में थे अपने इंजीनियरिंग के. और उसी वक्त हम लोगों ने सोचा कि एक हाइपरलूप नाम का एक प्रोजेक्ट है जो हम लोग चाहते थे साथ में करेंगे. ബഹിരാകാശ മേഖല സ്വകാര്യ സംരംഭകർക്ക് കൂടി പ്രാപ്തമാക്കാൻ ഉതകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ യുവാക്കൾക്ക് ഏറെ പ്രയോജനകരമായതായി യുവ സംരംഭകർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. मेरा नाम किशन है. हमने ये गैलेक्सी शुरू होने के बाद से ही हमने इन स्पेस आते हुए देखा है और काफी सारे पॉलिसीज आते हुए देखे हैं, ये जैसे कि जियो स्पेशियल डेटा पॉलिसी एंड इंडियन स्पेस पॉलिसी, और ये काफी हेल्पफुल रहा है हमारे लिए और काफी और स्टार्टअप्स के लिए भी. IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ സംവദിച്ചതും അവരുടെ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് പ്രോത്സാഹനം നൽകിയതും ഇന്നത്തെ മൻ കി ബാത്തിലൂടെ നാം കേട്ടു. പ്രധാനമന്ത്രിയുടെ ഇത്തരം ശ്രമങ്ങൾ യുവാക്കൾക്ക് കൂടുതൽ പ്രചോദനം നൽകുകയാണെന്ന് മാധ്യമപ്രവർത്തകനായ സായന്ത് അമ്പലത്തിൽ പറയുന്നു. മൻ കി ബാത്തിൻ്റെ 113 എപ്പിസോഡിൽ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിൽ യുവാക്കളുടെ പ്രാതിനിധ്യമുണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അദ്ദേഹം IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായി ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ പ്രൊജക്റ്റിനെക്കുറിച്ച് സംസാരിച്ചത് വളരെ ശ്രദ്ധേയമായി. ഭാവി തലമുറയ്ക്ക് രാഷ്ട്രത്തോടുള്ള കടപ്പാട് അറിയിക്കുന്നതായിരുന്നു ഇത്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം കാർഷിക മേഖലയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്റ്റാർട്ടപ്പുകളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശയം മുന്നോട്ട് വെച്ചത് വളരെയേറെ അഭിനന്ദനാർഹമായ കാര്യമാണ്. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത 1 ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധിപ്പിക്കണമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്ത കാര്യം പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത്തിലും പരാമർശിച്ചു. ഈ അഭിപ്രായത്തെ അനുകൂലിച്ച് യുവാക്കൾക്കിടയിൽ വൻപിച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. मेरे प्यारे देशवासियों, इस साल मैंने लाल किले से बिना पॉलिटिकल बैकग्राउंड वाले 1 लाख युवाओं को पॉलिटिकल सिस्टम से जोड़ने का आह्वान किया है. मेरी इस बात पर जबरदस्त प्रतिक्रिया हुई है. इससे पता चलता है कि कितनी बड़ी संख्या में हमारे युवा राजनीति में आने को तैयार बैठे हैं. നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത യുവാക്കൾക്കും രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ കഴിയുമെന്നും അവരുടെ അനുഭവ സമ്പത്തും ആവേശവും രാജ്യത്തിന് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കൾക്ക് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നൽകി വരുന്ന പ്രചോദനം വലുതാണെന്നും ഇത്തവണ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാൻ യുവാക്കളോട് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അഭിനന്ദനാർഹമാണെന്നും അഭിപ്രായപ്പെടുകയാണ് ശ്രീമതി ആൻസി KS. മൻ കി ബാത്തിലൂടെ യുവാക്കളെ പ്രചോദിപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യാറുണ്ട്. ഇപ്പോഴിതാ യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സാധാരണക്കാരായ യുവാക്കൾക്ക് പുതിയ പ്രേരണകൾ നൽകുന്ന പ്രധാനമന്ത്രിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ കല്യാണി ചന്ദ്രൻ. ഭാരതത്തിലെ യുവതലമുറയ്ക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 1 ലക്ഷം യുവാക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകണം എന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇതിനെ പൂർണ്ണമായും വിദ്യാർത്ഥി സമൂഹം സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യണം. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി രാഷ്ട്രീയ ബോധം വളർത്തുക എന്നത് തന്നെയാണ് വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കും നൽകിയ സന്ദേശം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നാം നടത്തിവരുന്ന ഹർ ഘർ തിരങ്ക പ്രചാരണം വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. വീടുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്തുക, തിരങ്ക റാലികൾ സംഘടിപ്പിക്കുക, തിരങ്ക സെൽഫികളിൽ പങ്കാളികളാവുക തുടങ്ങിയവ രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിക്കുകയാണെന്നും ഈ വികാരമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അവയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ചൈതന്യത്തെയാണ് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി സന്നിവേശിപ്പിക്കുന്നതെന്ന് സാംസ്കാരിക പ്രവർത്തകനായ തിരൂർ രവീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുതൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അതിനൂതനമായ കുതിച്ചാട്ടങ്ങൾ വരെ ഈ പരിപാടിയിൽ അദ്ദേഹം സംവദിച്ചു. കഴിഞ്ഞ 3 വർഷമായി അനുവർത്തിച്ചു വരുന്ന ഹർ ഘർ തിരങ്ക എന്ന നമ്മുടെ പരിപാടിയെക്കുറിച്ചാണ് അദ്ദേഹം പിന്നീട് സംസാരിച്ചത്. നമ്മുടെ നാടിനെ ആവേശ തിമിർപ്പിലേക്കാണ് ഇത് നയിച്ചത് എന്ന് അദ്ദേഹം സ്മരിച്ചു. ജമ്മുവിലെ 750 മീറ്റർ നീളമുള്ള ത്രിവർണ്ണ പതാകയും ഏന്തിയുള്ള യാത്രയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ 600 മീറ്റർ ത്രിവർണ്ണ പതാകയും ഏന്തിയുള്ള യാത്രയും ഒരു കാലത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ടേബിൾ ഫ്ലാഗ് പോലും ഉയർത്തി സ്വാതന്ത്ര്യദിനം ആചരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നാം ഓർത്തു പോവുകയാണ്. ഇത് മാതൃകയാക്കാനുള്ള പ്രേരണയും നൽകി. ഇത്തരം പരിപാടികളിലൂടെ സമൂഹത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ ചൈതന്യത്തെയാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്നിവേശിപ്പിക്കുന്നത്. അസമിലെ ടിൻസുകിയ ജില്ലയിലെ ബാരേകുരി ഗ്രാമത്തിൽ കാണുന്ന ഗിബ്ബൺ കുരങ്ങുകളും മനുഷ്യരും തമ്മിലുള്ള ഊഷ്മള ബന്ധം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഹൂലോക്ക് ഗിബ്ബണ് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗ്രാമവാസികൾ ചെയ്തു വരുന്ന കാര്യം മൻ കി ബാത്ത് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മധ്യപ്രദേശിലെ ഝാബുവയിൽ മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന സന്ദേശം പ്രാവർത്തികമാക്കി നിർമ്മിച്ച കലാസൃഷ്ടികൾ നമുക്ക് പ്രേരണയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇ കോൺഷ്യസ് എന്ന സംഘത്തെയും ഇക്കോകാരി എന്ന സ്റ്റാർട്ടപ്പിനെയും പ്രധാനമന്ത്രി നമുക്ക് പരിചയപ്പെടുത്തി. മൻ കി ബാത്തിലൂടെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രചോദനപരമായ വാക്കുകൾ യുവാക്കൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോളേജ് അധ്യാപകനായ സുശാന്ത് പറഞ്ഞു. ഭാരത പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനോട് സംവദിക്കുന്ന മൻ കി ബാത്ത് എന്ന പ്രോഗ്രാമിൻ്റെ 113ാം എപ്പിസോഡ് പിന്നിടുമ്പോൾ ദൈനംദിന ഭരണത്തിൻ്റെ വിഷയങ്ങളിൽ പൗരന്മാരുമായി ഒരു സംവാദം സ്ഥാപിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം ഏറെക്കുറെ വിജയകരമായി മുന്നോട്ടു പോകുന്നുവെന്ന് നമുക്ക് കരുതാനാവും. ഇത്തവണത്തെ പരിപാടിയിൽ മദ്രാസ് IITയിൽ പഠിച്ച ബഹിരാകാശ രംഗത്തുള്ള യുവ സംരംഭകരുമായുള്ള സംഭാഷണം മുഴുവൻ ഭാരതത്തിലെയും ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവിനെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടും പ്രശംസനീയമാണ്. രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് പുതുതലമുറയെ ക്ഷണിക്കുവാനും രാഷ്ട്രകാര്യങ്ങളിൽ താൽപ്പര്യം ജനിപ്പിക്കുവാനുമുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭാരതത്തിലെ യുവതലമുറ ഏറ്റെടുക്കേണ്ടതാണെന്ന് കരുതുന്നു. സംസ്കൃത ഭാഷയെ വിദേശങ്ങളിൽ പോലും ബഹുമാനിക്കുന്നതായി ലിത്വാനിയയിൽ നിന്നുള്ള ശബ്ദശകലം പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. നേരീസ് നദിയുടെ തീരത്ത് ഒരു സംഘം ആളുകൾ ഒത്തുകൂടി സംസ്കൃത ഓൺ ദ റിവേഴ്സ് എന്ന പേരിൽ വേദങ്ങളും ഗീതയും ചൊല്ലി. ഇത്തരം ശ്രമങ്ങൾ നാം ഏവരും നടത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ആരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി അടുത്ത മാസം 1 മുതൽ 30 വരെ രാജ്യം പോഷകാഹാര മാസമായി ആചരിക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാവരും കഴിയുന്നത്ര മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ഓർമ്മിപ്പിച്ചു. പാരീസിൽ നടക്കാനിരിക്കുന്ന പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന ദിവ്യാംഗരെ ചീർ ഫോർ ഭാരത് എന്ന ഹാഷ്ടാഗിലൂടെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്താണ് പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്ത് പരിപാടിയുടെ 113ാം അധ്യായം അവസാനിപ്പിച്ചത്. अगले महीने हम एक बार फिर जुड़ेंगे और बहुत सारे विषयों पर चर्चा करेंगे. तब तक के लिए मुझे विदा दीजिए. बहुत बहुत धन्यवाद. नमस्कार. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 113ാം ഭാഗത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.